ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. അല്ല ആകാശ്, നീ എന്താ ഞൊണ്ടി വരുന്നേ? നിന്റെ കാലിന് എന്താ പറ്റിയേ? അത് വർക്കിന് സൈറ്റിൽ പോയപ്പോ ഏതോ ബോർഡിന്റെ എഡ്ജ് കൊണ്ട് മുറിഞ്ഞതാ. എന്താ അക്കുച്ചേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ദേ കഴിച്ചിട്ട് പോവാൻ നോക്ക്. ഞാൻ നിന്നോട് കിടക്കാൻ നേരം പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്ത് പറഞ്ഞു? ഞാൻ ഉറങ്ങിപ്പോവാണെങ്കിൽ 8:30 വിളിക്കണമെന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞു. എന്നിട്ട് എന്താ വിളിക്കായിരുന്നേ? അത് അക്കുച്ചേട്ടാ 8:30 ഞാൻ വിളിക്കാൻ വന്നതാ. പിന്നെ സുഖമായിട്ട് ഉറങ്ങുന്ന കണ്ടപ്പോ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ തോന്നിയില്ലേ? എന്നാ അടുത്തിരുന്ന താരാട്ട് കൂടി പാടിക്കൂടായിരുന്നു? എടാ ആകാശേ, നിസ്സാര കാര്യത്തിന് എന്തിനാടാ ചാരുവിനെ ചീത്ത പറയുന്നത്? നിസ്സാര കാര്യം? ഇവള് കാരണം ഓഫീസിൽ എന്താ സംഭവിക്കാൻ പോകുന്നറിയോ? എന്റെ ജോലി പോകുന്ന മട്ട. ഇപ്പൊ നിനക്ക് സന്തോഷമായോ? എടാ മോനെ, ഇവളോട് സന്തോഷായെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിന്റെ ജോലി പോയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവളായിരിക്കും. കാരണമേ ഇവക്ക് നിന്നെയും കൂടെ തുണിക്കച്ചവടത്തിന് കൊണ്ടുപോവല്ലോ. അമ്മേ, അച്ഛൻ ഇവിടെ ഇല്ലെന്ന് കരുതി എന്തു പറയാന്ന് വിചാരിക്കല്ലേ. അച്ഛൻ അറിഞ്ഞ എന്താ ഉണ്ടാവുമ്പോന്ന് അറിയാലോ. എന്താടി നീ എന്നെ ഭീഷണിപ്പെടുത്താ? ഇവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്ന് കാണിക്കുമ്പോഴേ നോക്കി കൈയും കെട്ടി നിക്കാനേ എനിക്ക് പറ്റില്ലടി മോളെ. ഭർത്താവ് പറയുന്ന കാര്യങ്ങളെ അനുസരിക്കുന്നവളാവണം ഭാര്യ. ഇവൻ രാവിലെ വിളിക്കണമെന്ന് പറഞ്ഞാ കിടന്നത്. അപ്പൊ വിളിക്കേണ്ടത് ഇവളുടെ കടമയല്ലേ? ആകാശേ, ഇവള് നിന്നെ മനഃപൂർവ്വം വിളിക്കാത്തതാ. നീ അത് ചോദിച്ചപ്പോഴേ വിളിക്കാൻ തോന്നിയില്ലാന്ന്. ചുമ്മാ പറയുന്നടാ ഇതൊക്കെ. അല്ലെങ്കിൽ ഇവള് പറയട്ടെ. സത്യം പറയടി. അയ്യോ, മനഃപൂർവ്വം അല്ല അമ്മായി. അക്കുച്ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ വെളുപ്പിന് 3:30 കഴിഞ്ഞിരുന്നു. വൈകി വന്നതല്ലേ. ഓഫീസിൽ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ച് വിളിക്കാതിരുന്നതാ. അത് തീരുമാനിക്കേണ്ടത് നീയാണോ? നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സമയം മെനക്കെടുത്താനായിട്ട്. അക്കുച്ചേട്ടാ, അക്കുച്ചേട്ടാ കഴിച്ചിട്ട് പോവാം. അക്കുച്ചേട്ടാ, അക്കുച്ചേട്ടാ, ചേട്ടാ, അക്കുച്ചേട്ടാ കുറച്ചെല്ലാം കഴിച്ചിട്ട് പോ അക്കുച്ചേട്ടാ. അധിക സമയമൊന്നും വേണ്ടല്ലോ. കഴിക്കേ. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇപ്പൊ ഇതാണോ പ്രധാനം? കൊണ്ടുപോ. എനിക്ക് വേണ്ട. അക്കുച്ചേട്ടാ കൊണ്ടുപോവാൻ പറഞ്ഞില്ലേ? ആകാശേ, എന്തായി കാണിച്ചത്? ബാല, ഭക്ഷണത്തോടാ ധിക്കാരം കാണിക്കുന്നത്? ബാല, ബാല, നീ ദേഷ്യപ്പെടാതെ സമാധാനപ്പെടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോ ദേഷ്യം വരുന്നതായിരിക്കും. നിന്റെ കാലിനെന്ന് പറ്റി? ബോർഡിന്റെ എഡ്ജ് കൊണ്ട് കാലി മുറിഞ്ഞു. സോറി സാർ, ഓഫീസിൽ പോകാൻ ലേറ്റായി. അവൻ ഓഫീസിൽ പോകാൻ ലേറ്റായതിന് തിരക്കൊണ്ടായിരിക്കും. മോളതൊന്നും മനസ്സിൽ വെക്കണ്ട.